Ninth question. Two cells of EMF 12 volt and 5 volt and three resistances 2 ohm, 3 ohm and 4 ohm are connected as shown. Find the current I1, I2 and I using Kirchhoff's laws. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. കിർച്ചോഫിൻ്റെ ലോസ് ഉപയോഗിച്ചിട്ട് I1, I2, I എന്നീ കറണ്ടുകൾ കണ്ടെത്തുക. ഒരു ഡയഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഡയഗ്രത്തിൻ്റെ ഒരു പ്രത്യേകത 2 വോൾട്ടേജ് സോഴ്സുകൾ അതിലുണ്ട് എന്നുള്ളതാണ്. 3 റെസിസ്റ്ററുകളെ കണക്ട് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ നിന്ന് I1, I2 എന്നീ കറണ്ടുകളുടെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കിർച്ചോഫിൻ്റെ 2 ലോസ് ഉണ്ട്. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. അതുപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യം ജംഗ്ഷൻ ബിയിൽ ABCDEF എന്നീ പോയിന്റുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ജംഗ്ഷൻ ബിയിൽ നമ്മൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂള് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അറ്റ് ബി എന്ന് പറയുന്ന ജംഗ്ഷനിൽ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. I എന്ന് പറയുന്ന കറണ്ട് അവിടേക്ക് വരുന്ന കറണ്ടാണ്. I1ഉം I2ഉം ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടാണ്. അതുകൊണ്ട് I is equal to I1 plus I2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. I is equal to I1 plus I2. ഇനി ഞാനൊരു ലൂപ്പ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇൻ ABEF ദാ ഇങ്ങനൊരു ലൂപ്പ് സെലക്ട് ചെയ്യാണ്. ഇൻ ABEF ആ ലൂപ്പിൽ കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. വോൾട്ടേജ് ലോ. അത് പ്രകാരം ABBE ദാ ഈ ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ ട്രേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. I2 × 4 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ നമുക്ക് കാണാൻ പറ്റും. I2 × 4 നമ്മൾ ട്രേസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലായതുകൊണ്ട് അത് പോസിറ്റീവാണ്. ഇനി ഇവിടെ I × 3 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. നമ്മൾ ട്രേസ് ചെയ്യുന്ന ഡയറക്ഷനിലായതുകൊണ്ട് അതും പോസിറ്റീവാണ്. പ്ലസ് I × 3 ഈസ് ഈക്വൽ ടു 12. ഈ ലൂപ്പിലുള്ള വോൾട്ടേജ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയിടാം. ഇനി ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ചാണ് വരിക എന്ന് നമുക്ക് നോക്കാം. 4I2 പ്ലസ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. I എന്നത് I1 plus I2 ആണ്. അതുകൊണ്ട് 3 × I1 plus I2 എന്നെഴുതാലോ. ഈസ് ഈക്വൽ ടു 12. ഈ ഇക്വേഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെ എഴുതുന്നത്. 4I2 പ്ലസ് 3I1 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് 3a പ്ലസ് 3I2 ഈസ് ഈക്വൽ ടു 12. 4I2 പ്ലസ് 3I2 7I2 ആയി മാറിയിട്ടുണ്ടാവും. ഇക്വേഷൻ ഇങ്ങനെയാണ്. 3I1 പ്ലസ് 7I2 ഈസ് ഈക്വൽ ടു 12. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ഇനി നമ്മൾ രണ്ടാമതൊരു ലൂപ്പ് കൂടി ഇവിടെ ഉണ്ട്. ആ രണ്ടാമത്തെ ലൂപ്പിനെ സെലക്ട് ചെയ്യുകയാണ്. BCDE എന്ന് പറയുന്ന ഈ ലൂപ്പിനെ സെലക്ട് ചെയ്യുകയാണ്. ഇൻ BCDE എന്ന ലൂപ്പിനെയാണ് നമ്മൾ അടുത്തായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ I1 × 2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് നമ്മൾ ട്രേസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലായതുകൊണ്ട് പോസിറ്റീവായിട്ട് കിട്ടും. I1 × 2 ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ വോൾട്ടേജ് സോഴ്സ് പോസിറ്റീവാണ്. പ്ലസ് 5. ഇനി ഇതിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ട്രേസ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I2 എന്ന് പറയുന്ന കറണ്ട് വരുന്നത്. അതുകൊണ്ട് ആ വോൾട്ടേജ് നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. മൈനസ് I2 × 4 ഈസ് ഈക്വൽ ടു 0.
ഇനി ഈ ഇക്വേഷനെ 2i1 ഇവിടെയുള്ള +5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് -5 ആയി മാറും. 2i1 - 4i2 is equal to -5 എന്നെഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇനി രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഇതാ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഇത് 6i1 ആയി മാറിയിട്ടുണ്ടാവും. 6i1 + 7 × 2 14. 14i2 is equal to 12 × 2 24. ഇതാണ് നമുക്ക് പുതുതായിട്ട് കിട്ടിയ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ × 3. ഇവിടെ എന്താ വരിക? 2 × 3 എന്ന് വരും. 2 × 3 വരുന്നത് 6 ആണ്. അത് 6i1 എന്നായി മാറും. 6i1 - 12i2 is equal to -15 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് ഇക്വേഷൻസിനെ സബ്ട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്നിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ സബ്ട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 6i1 - 6i1 എന്ന് പറയുന്നത് 0 ആയി മാറും. 14i2 - പ്ലസ് ആവുകയാണ്. അത് 26 ആയി മാറും. രണ്ടും കൂടി ആഡ് ചെയ്യേണ്ടി വരും. 26i2 is equal to, ഇവിടെയും ഇതുപോലെ തന്നെ 24 - 15 ആണ്. അത് 39 ആയി മാറുന്നുണ്ട്. 39 മൈനസ് കൂടി പ്ലസ് ആവുകയാണ്. ഇനി i2 നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. 39 ഇവിടെ ഉണ്ട്. 39 ഡിവൈഡഡ് ബൈ 26 ചെയ്താൽ നമുക്ക് i2 കിട്ടും. i2ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 1.5 ആംപെയർ എന്നാണ്. അപ്പോൾ നമുക്ക് i2 കിട്ടി. 1.5 ആംപെയർ ആണെന്ന് i2 കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി i2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഇവിടെ ഈ ഇക്വേഷനിലാണ് നമ്മൾ i2ൻ്റെ വാല്യൂ കൊടുക്കാൻ പോകുന്നത്. 2i1 - 4 × i2 എന്നതിന് പകരം 1.5 എന്നാണ് കൊടുക്കുന്നത്. ഇസ് ഈക്വൽ ടു -5. ഇവിടെ എന്താ വരിക? 2i1 ഇവിടെ 4 × 1.5 എന്നത് 6 ആയി മാറും. -6 ആണ് നമുക്കിവിടെ കിട്ടുക. -6 is equal to -5. 2i1നെ ഇവിടെ നിർത്തിയിട്ട് -6നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ അത് +6 ആയി മാറും. -5 + 6 എന്നായി മാറും. അതിൻ്റെ ആൻസർ വരുന്നത് 1 ആണ്. 6 - 5 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 1 ആണ് വരിക. അതായത് 2i1 എന്നത് 1 ആണ്. ഇവിടെ നിന്ന് നമുക്ക് i1 കണ്ടെത്താം. i1 എന്നത് 1/2 ആണ്. i1ൻ്റെ വാല്യൂ 0.5 ആണ്. 0.5 ആംപെയർ ആണ്. ഇപ്പോൾ നമ്മൾ i1ഉം i2ഉം കണ്ടെത്തി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇനി i കാണണം. i എന്നത് i1 + i2 ആണെന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ i1 1.5ഉം i1 0.5ഉം i2 1.5ഉം ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഐയുടെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. ഐയുടെ വാല്യൂ വരുന്നത് 2 ആണ്. 2 ആംപെയർ ആണ് ഐ എന്ന് പറയുന്ന മെയിൻ കറണ്ടിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. 10th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ എ ഗാൽവനോമീറ്റർ ബി കൺവേർട്ടഡ് ഇൻ ടു എ വോൾട്ട്മീറ്റർ? എ ഗാൽവനോമീറ്റർ ഹാവിംഗ് എ റെസിസ്റ്റൻസ്
50 ohm gives full scale deflection for 10 milliampere. With water resistance connected in series, the galvanometer can be converted into a voltmeter of range 5 volt. അതായത് 5 വോൾട്ട് റേഞ്ചുള്ള ഒരു വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം നമ്മുടെ കയ്യിലുള്ള ഗാൽവനോമീറ്ററിനെ. ഗാൽവനോമീറ്റർ സാധാരണ ചെറിയ എമൗണ്ട് കറണ്ടിനെ മെഷർ ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെക്കൊണ്ട് 5 വോൾട്ട് വരെ വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ ഗാൽവനോമീറ്റർ എങ്കിൽ സർക്യൂട്ടിൽ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ലാർജ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി. ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ടൊരു ലാർജ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ ഇത് വോൾട്ടേജിനെ അളക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. ഇനി ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ആർ, ക്യാപിറ്റൽ ആർ ലാർജ് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് കണ്ടെത്തലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതിനെ ഒന്ന് എഴുതി നോക്കാം. ഗാൽവനോമീറ്റർ ഹാവിങ് എ റെസിസ്റ്റൻസ് 50 ഓം. അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. ജി ആണ് ലെറ്റർ. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 50 ഓം gives full scale deflection for 10 milliampere. ഇതിൻ്റെ അർത്ഥം ഇത് ഗാൽവനോമീറ്ററിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം കറണ്ടാണ് എന്നാണ്. ഗാൽവനോമീറ്ററിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട്, അതിനെ ഐ ജി എന്നാണ് നമ്മൾ വിളിക്കാറ്. ഐ ജി 10 മില്ലി ആംബെയർ ആണ്. അതിനെ ആംബെയറിലേക്ക് മാറ്റേണ്ടതുണ്ട്. 10 ഇൻറ്റു 10⁻³ ആംബെയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് വരുന്നത് 0.01 ആംബെയർ ആണ്. ഇതാണ് ഐ ജിയുടെ വാല്യൂ. ഇനി ഈ 5 വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് ആണ്. ഇ ഈസ് ഈക്വൽ ടു 5 വോൾട്ട്. നമുക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജിനെ ഇ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇ ആണ് 5 വോൾട്ട്. ഇനി ക്യാപിറ്റൽ ആർ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ആർ എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. ആറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആറിൻ്റെ ഇക്വേഷനാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ആറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഇ ഡിവൈഡഡ് ബൈ ഐ ജി മൈനസ് ജി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇ ബൈ ഐ ജി മൈനസ് ജി. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. ഇ 5 ആണ്. ഐ ജി 0.01 ആണ്. ബ്രാക്കറ്റ് ഇട്ടു. മൈനസ് ജിയുടെ വാല്യൂ 50 ഓം ആണ്. ഇത് നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ആൻസർ വരുന്നത് 450 ഓം എന്നാണ്. ഇതാണ് ലാർജ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അപ്പോൾ 450 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിനെ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്കതിനെ ഒരു വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ പറ്റും. ആ വോൾട്ട് മീറ്റർ കൊണ്ട് നമുക്ക് 5 വോൾട്ട് അളന്നെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വേണമെന്നുവെച്ചാൽ അതിന് അവസാനമായിട്ട് അത് എഴുതി വെക്കാം. ബൈ കണക്റ്റിംഗ് എ 450 ഓം resistor in series with the galvanometer. In series with the galvanometer. അവസാനമായിട്ട് ഇതും കൂടി അങ്ങ് എഴുതിയിടാം. ഓക്കെ. 11th question. Two resistors 10 ohm and 10 ohm are connected in parallel and the combination is then connected in series with 8 ohm. Find the effective resistance. Effective resistance അല്ലെങ്കിൽ equivalent resistance കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ രണ്ട് രീതിയിലും കണക്ഷൻ വരുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മളൊന്ന് ചെയ്തു നോക്കുകയാണ്. ഒരു
10 ഓമിനെ മറ്റൊരു 10 ഓമുമായി പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ കോമ്പിനേഷനെ ഒരു 8 ഓം റെസിസ്റ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുമുണ്ട്. ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുനോക്കാം. അത് പാരലലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷനിൽ പാരലലിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. R1ഉം R2ഉം പാരലൽ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണൽ? R1 R2 ബൈ R1 പ്ലസ് R2 ചെയ്താൽ മതി. ഇവിടെ R1 രണ്ടും ഈക്വൽ തന്നെയാണ്. 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 10, അതായത് 100 ഡിവൈഡഡ് ബൈ 20 ആണ് വരുന്നത്. 5 ഓം എന്നാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഈ ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗറിനെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ട് വരക്കാം. ഈ കോമ്പിനേഷൻ മൊത്തം 5 ഓം എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആ 5 ഓം ഒരു 8 ഓം റെസിസ്റ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറ് R1 പ്ലസ് R2 അല്ലേ. ഇവിടെ 5 പ്ലസ് 8 എന്ന് കിട്ടും. ആൻസർ വരുന്നത് 13 ഓം ആണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു 13 ഓം എന്ന് നമുക്ക് കിട്ടി. ഇതിനിപ്പോൾ ഫിഗർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആൻസറും കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം പാരലലായിട്ടുള്ളതിനൊന്ന് വട്ടം വരച്ച് മാറ്റി നിർത്തുക, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക, എന്നിട്ട് അത് വേറെ ഏതിനെങ്കിലും സീരീസ് ആണോ എന്ന് നോക്കുക. സീരീസ് ആണെങ്കിൽ സീരീസിൻ്റെ റൂള് ഫോളോ ചെയ്യുക. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ എ കറണ്ട് 2 ആംപിയർ ഫ്ലോസ് ത്രൂ എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ, എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 12.56 into 10 raised to minus 4 Tesla is generated at the center. Calculate the number of turns in the coil. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സർക്കുലാർ കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സർക്കുലാർ കോയിലാണ്. ആ സർക്കുലാർ കോയിലിലൂടെ I എന്ന കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് B. B ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് NI ബൈ 2A. ഈ സർക്കുലാർ കോയിലിൻ്റെ റേഡിയസ് ആണ് A. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആയിരുന്നു. I അതിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. മ്യൂ നോട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പെർമിയബിലിറ്റിയാണ് മ്യൂ നോട്ട്. മ്യൂ നോട്ടിനൊരു എക്സാക്റ്റ് വാല്യൂ ഉണ്ട്. ക്വസ്റ്റ്യനിൽ തന്നത് ഒന്ന് പകർത്തി എഴുതാം. കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. I ഈസ് ഈക്വൽ ടു 2 ആംപിയർ ആണ്. കോയിലിൻ്റെ റേഡിയസ് A ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ് എന്നുണ്ട്. സെൻറ്റിമീറ്ററിലല്ല, നമ്മൾ മീറ്ററിലാണ് ക്വസ്റ്റ്യൻ ചെയ്യാറ്. അതുകൊണ്ട് 5 ഇൻറ്റു 10 raised to minus 2 മീറ്റർ എന്നെഴുതാം. ഇത് 0.05 മീറ്റർ ആണ്. ഇതാണ് റേഡിയസ് ഓഫ് ദ സർക്കുലാർ കോയിൽ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അഥവാ B തന്നിട്ടുണ്ട്. 12.56 ഇൻറ്റു 10 raised to minus 4 ടെസ്ല. ഇത് സെൻറ്ററിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. ഇനി നമ്പർ ഓഫ് ടേൺസ് ആണ് നമുക്ക് കാണാനുള്ളത്. N ആണ് കാണാനുള്ളത്. മ്യൂ നോട്ട് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. മ്യൂ നോട്ടിൻ്റെ വാല്യൂ 4 പൈ ഇൻറ്റു 10 raised to minus 7 ന്യൂട്ടൺ പെർ
ആംപെയർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ ആംപെയർ സ്ക്വയർ. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇനി n ആണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് n-നെ മാത്രം നമ്മൾ അവിടെ നിർത്തിയിട്ട് 2a എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഇടത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ബിയുടെ അടുത്തേക്ക് വരും. b ഇൻറ്റു 2a ഡിവൈഡഡ് ബൈ മ്യൂനോട്ടും ഐയും താഴെ വരും. മ്യൂനോട്ട് ഐ. ഇങ്ങനെയാണ് നമുക്ക് n-ൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു b എഴുതി കൊടുക്കുകയാണ്. 12.56 ഇൻറ്റു 10⁻⁻⁴ ആണ്. ഇൻറ്റു 2 ഇൻറ്റു എ വന്നിട്ടുള്ളത് 0.05 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ മ്യൂനോട്ടിൻ്റെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻7 ആണ്. ഇൻറ്റു ഐ അഥവാ കറണ്ട് 2 ആംപെയർ ആണ്. ഇതാണ് n-ൻ്റെ ഇക്വേഷനിലേക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കുന്ന സമയം ഒരു വാല്യൂ കിട്ടും. n-ൻ്റെ വാല്യൂ വരുന്നത് 49.9 എന്നാണ്. ഇത് നമ്പറാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. കോയിലുള്ള ടേൺസിൻ്റെ എണ്ണം, ചുറ്റുകളുടെ എണ്ണമാണ് ഈ n എന്ന് പറയുന്നത്. അത് 49.9 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതിനെ 50 എന്നെടുക്കാം. ഒരു ഇൻറ്റിജർ ആയിരിക്കണം. അതുകൊണ്ട് നമുക്കതിനെ 50 എന്നെടുക്കാം. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 50 ടേൺസ്. 50 ചുറ്റുകളാണ് ഈ കോയിലിന് ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിൽ നിന്ന് മനസ്സിലായത്.